I would like to invite our Provincial Secretary for the welcome speech, Mr. Rajesh. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം കൃത്യസമയത്ത് നമ്മൾ 6:15 തന്നെ ആരംഭിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. എല്ലാവരും തക്ക സമയത്ത് തന്നെ വന്നു ചേർന്നതുകൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ ആരംഭിക്കാൻ സാധിച്ചു. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് WMCയുടെ ഹ്യൂസ്റ്റൺ പ്രൊവിൻസിന്റെ ഒരു ഫ്രണ്ട്സ് ആൻഡ് WMCയുടെ നമ്മുടെ ഗ്ലോബൽ ചെയർമാനും നമ്മുടെ അംബാസഡറും ജോണി കുരുവൾ സാറും ഇവിടെ എത്തിച്ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ജോണി കുരുവൾ സാറിന് ഇവിടെ എത്താൻ സാധിച്ചില്ല. നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഹ്യൂസ്റ്റൺ പ്രൊവിൻസിൻ്റെയും ഒരു റിസപ്ഷൻ പരിപാടിയായിരുന്നു നമ്മളിന്ന് ആസൂത്രണം ചെയ്തിരുന്നത്. അതിന് കടന്നു വന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്ന ഒരിക്കൽ കൂടി. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സാറിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം പൊസിഷൻ ആൻഡ് ഹോൾഡിംഗ് ചെയ്യുന്നത് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ഓഫ് സോമതീരം ആയുർവേദം ഗ്രൂപ്പ്, ചെയർമാൻ ഓഫ് MD ജീവൻ TV സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്, പ്രസിഡന്റ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ, ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് കേരള ടെലിവിഷൻ ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷന്റെ പാറ്റൻ, പ്രസിഡന്റ് ഓഫ് കേരള സ്റ്റേറ്റ് ചിൽഡ്രൻ ഫിലിം സൊസൈറ്റി, immediate past president of Kerala Travel Mart of Society, GC member of Kerala State Media Academy, Kerala Tourism Advisory Board member, senior vice chairman Federation of Kerala Tourism Industries, convener of CI Kerala of Tourism Panel. അദ്ദേഹം വായിക്കുന്നത് എനിക്കൊന്നും ഇങ്ങോട്ടൊക്കെ വരാൻ സമയം തന്നെ ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ല. ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലികളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് പറയും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ അവാർഡ്സ് മേടിച്ചത് ഒരു 100 കണക്കിന് നാഷണൽ അവാർഡ്സ് മേടിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോമദേവ് സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന സുജയ് പാർവതി. ആദ്യമായിട്ട് എനിക്കൊന്ന് ജീവൻ TVയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്, സാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനൽ. നേരത്തെ 24-ലായിരുന്നു, അതിങ്ങനെ കണ്ട് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിൽ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സുജയ് പാർവതിയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടിരിക്കുന്ന സുരേന്ദ്രൻ പട്ടേൽ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റഫോർഡിന്റെ മേയർ, എൻ്റെ നാട്ടുകാരനും കൂടായ കെൻ മാത്യു സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന ഫോർട്ട് ബെൻഡ് കൗണ്ടിയുടെ എക്സിക്യൂട്ടീവ് CEO ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ എല്ലാമായിരിക്കുന്ന KP ജോർജ് സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായിട്ട് നമ്മുടെ പ്രസിഡന്റ്, ഹ്യൂസ്റ്റന്റെ പ്രൊവിൻസിന്റെ പ്രസിഡന്റ്, നമ്മുടെ എല്ലാമായിരിക്കുന്ന SK ചെറിയാൻ അങ്കിളിനെ, അതിനെ പറ്റി പറയുകയാണെങ്കിൽ WMC മാത്രമല്ല, ഈ സ്റ്റഫോർഡിന്റെ എല്ലാ കാര്യങ്ങളിലും, പള്ളിയിലെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും എവിടെ നോക്കിയാലും അച്ചായന്റെ ഒരു നേതൃത്വം ഉണ്ടായിരിക്കും. അച്ചായനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ
ചെയർവുമൻ ആയിരിക്കുന്ന പൊന്നിപ്പിള്ള ചേച്ചി അറിയാത്ത ഇവിടെ ആരും കാണത്തില്ല. ഈ ഹ്യൂസ്റ്റണില് എനിക്ക് തോന്നുന്നില്ല ഒരുത്തർക്ക് പോലും അറിയാത്ത ഒരാളുണ്ട്. കെൻ മാത്യു സാറിന് അറിയത്തില്ല. കെൻ മാത്യു സാറിന് അറിയത്തില്ലെന്ന് പറയുന്നു. പൊന്നിപ്പിള്ള ചേച്ചിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് നമുക്കെല്ലാം പ്രിയങ്കരനായിരിക്കുന്ന ഫോമയുടെ ഗ്ലോബൽ പ്രസിഡന്റ്, അമേരിക്കൻ ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മണക്കുന്നിൽ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കൺവെൻഷനൊക്കെ ഹ്യൂസ്റ്റണിലാണ് നടക്കുന്നത് അടുത്ത വർഷം. അച്ഛൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയും. ബേബി മണക്കുന്നിൽ സാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് നമ്മുടെ ഗ്ലോബൽ ട്രഷറർ തോമസ് ചേലത്ത് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇത്രയും ഡാളസിൽ നിന്ന് ഇത്രയും ദൂരം കടന്നു വന്ന് ഈ WMCയുടെ പ്രോഗ്രാം, ഹ്യൂസ്റ്റൺ പ്രൊവിൻസിന്റെ പ്രോഗ്രാമിന് നമുക്ക് വന്നു ചേർന്നതിലുള്ള നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് നമ്മുടെ റീജിയണൽ ചെയർമാൻ, അമേരിക്കൻ റീജിയന്റെ ചെയർ ജേക്കബ് കൊടശനാട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് കടന്നു വന്നതിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത നമുക്കൊരു ഗസ്റ്റായിട്ട് ഫാദർ ഡേവിസ് ചെറുമേല് അച്ഛൻ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എനിക്ക് വന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മുടെ ട്രഷററായി വൈസ് ചെയർമാനായ നൈനിയൻ മത്തുള്ള അച്ഛനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തുപോലെ നമ്മുടെ ഫാദർ റവറൻ എബ്രഹാം തോട്ടപ്പള്ളി അച്ഛൻ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും എപ്പോൾ വിളിച്ചാലും എല്ലാ യോഗത്തിലേക്കും കടന്നു വരുന്നതാണ്. അച്ഛനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ IOCയുടെ പ്രസിഡന്റ് ഷിജിൻ തോമസ്, ജേക്കബ് തോമസ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിലെല്ലാം ഉപരി ഈ യോഗത്തിലേക്ക് ഇവിടെ കടന്നു വന്ന നമ്മുടെ അതായത് നമ്മൾക്ക് സ്പോൺസേഴ്സ് തന്നവരുണ്ട്, നമ്മൾക്ക് പാട്ടുപാടി സഹായിക്കുന്നവരുണ്ട്, ഡാൻസ് വായിച്ച് സഹായിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരെയും, മറ്റുള്ള സംഘടനകളിലിരിക്കുന്നവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ മൈക്ക് MC-യിലേക്ക് കൈമാറുകയാണ്. മനോജിനെയും രണ്ടുപേരെയും സ്വാഗതം ചെയ്തോളൂ. Hello. Good evening, ladies and gentlemen. Namaskaram. Heartfelt welcome to each and every one of you gathered here tonight for this special occasion. The Friends Reception meeting hosted by the World Malayali Council, Houston Province. It's such a joy to see the Malayali community coming together, united by our heritage, culture, and friendship. Whether you are born in the lush greenery of Kerala or the heart of Texas, tonight we celebrate one thing that binds us all, our Malayali identity and our shared spirit of togetherness. So let me say something about the World Malayali Council. It's founded in 1985, was born out of a vision to connect Malayalis across the globe, to promote friendship, culture, business and humanitarian service beyond borders. It's a non-profit organization. We are active over in 450 countries in North America, Europe, Asia, Gulf and Australia. എല്ലാവർക്കും നമസ്കാരം. ഇനിയും അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്. കഴിഞ്ഞ ഒരു 40 വർഷക്കാലത്തേറെയായി ഈ ഹ്യൂസ്റ്റണിലെ പൊതുപ്രവർത്തന രംഗത്തെ ഒരു നിറസാന്നിധ്യമാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ SK ചെറിയാൻ അവർകൾ. പല മലയാളി അസോസിയേഷൻ്റെയും ഫൗണ്ടർ മെമ്പർ കൂടിയാണ് അദ്ദേഹം. മേഖല ഏതുമാകട്ടെ തൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ പതിപ്പിച്ചിരിക്കും അദ്ദേഹം. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കും ആ ഒരു ഊഷ്മളതയും എല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം അവർ SK Cherian uncle for the presidential address.
ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എൻ്റെ പേര് SK ചെറിയാനാണ്. ഞാൻ ഹ്യൂസ്റ്റൺ പ്രോവിൻസ് തുടങ്ങിയ കാലം തൊട്ട് അതിൻ്റെ കൂടെയുള്ള ഒരു മെമ്പറാണ്. വളരെ സന്തോഷമുണ്ട് ഈ സമയത്ത് ഇവിടെ നിന്ന് ഇത്രയും ആളുകളുടെ സമയത്ത് തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയം കൂടുന്തോറും പഴയ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് കൂടുതൽ ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ മീറ്റിംഗ് സമയത്ത് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫോർട്ട് ബെഞ്ച് ജഡ്ജിനൊക്കെ അറിയാം. നമ്മുടെ വിളക്ക് കൊളുത്തേണ്ടിയ പലരും വന്നില്ല, അതുകൊണ്ട് വിളക്ക് കൊളുത്താനൊത്തില്ല. പക്ഷേ നമ്മൾ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ, അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ അവർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വേൾഡ് മലയാളി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ മലയാളി അസോസിയേഷനെ ഒരു ഓഫീസറായിട്ട് പോകുന്നുണ്ട്, ഫോമായിലുണ്ട്, ഇങ്ങനെ പല സംഘടനകളിലുമുണ്ട്. വേൾഡ് മലയാളിയോട് എനിക്കുള്ള ഒരു സ്നേഹം ഇത് ഒരു ഗ്ലോബൽ സംഘടനയാണ്. മറ്റേതെല്ലാം ഇവിടെ നമ്മുടെ അമേരിക്കയിലോ അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇതിൽ ഞാൻ ചേർന്ന് തൊട്ട് ഇതൊരു കണക്ടിവിറ്റി ഇതിനകത്ത് വളരെ ഇതായിട്ടുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് എല്ലാം എൻജോയ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെ വേൾഡ് മലയാളിയുടെ ഒരു മെമ്പറിനെ കാണും. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യുവർ ട്രാവൽ ആൻഡ് ഫോർ യുവർ ഓൾ അതർ ആക്ടിവിറ്റീസ് ഇൻ ദാറ്റ് ഏരിയ. അതാണ് ഞാൻ ഇതിൽ കൂടെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം. ഇവിടെ എല്ലാ ഓർഗനൈസേഷനിലും എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യം കൂടെ പറയുകയാണ് നിങ്ങളോട്. ഫൊക്കാനയിൽ നിന്ന് മാറിയപ്പോൾ ഫോമയായിരുന്നു ഫോം ചെയ്തത്. ഫൊക്കാനയെന്നും പറഞ്ഞ ആരും ചെയ്തില്ല. വേൾഡ് മലയാളിക്ക് അതിൻ്റെ യുണീക്നെസ് കൊണ്ടാണോ അതിൻ്റെ വിലയുടെ ഇതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. വേൾഡ് മലയാളിയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് മാറിയാൽ അവരും വേൾഡ് മലയാളിയാണ്. അങ്ങനെ വേൾഡ് മലയാളി പല വിധത്തിൽ ഇപ്പോൾ പോകുന്നുണ്ട്. എനിക്ക് ഞാൻ ഇവരോടൊന്ന് രണ്ടുപേരോട് ചോദിച്ചു, നിങ്ങൾ ഈ വേൾഡ് മലയാളിയിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണല്ലോ നിങ്ങൾ മാറുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴാണല്ലോ കേരള കോൺഗ്രസ് ഉണ്ടായത്. അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും പറഞ്ഞല്ല പുറത്തു തുടങ്ങി. അതുപോലെ അഭിപ്രായ വ്യത്യാസമുള്ളവർ മാറുമ്പോൾ ഈ പേരിനെ അബ്യൂസ് ചെയ്യാതെ വേറൊരു പേരെടുത്ത് വളരെ ഡീസൻ്റായിട്ട് പോകുന്നത് ഈ ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള പോക്കിനും അതിൻ്റെ സെറ്റപ്പിനും വളരെ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് എൻ്റെ ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്. നിങ്ങൾ ആരുടെയിലുമൊക്കെ പറയുകയും ചെയ്യുന്ന നല്ലതായിരിക്കും. പിന്നെ ഇവിടെ വളരെയധികം യാത്ര ചെയ്ത് ഇന്ത്യയിൽ നിന്ന് നമ്മളെല്ലാം കാണാനും നമ്മളോടൊക്കെ സംസാരിക്കാനും വന്ന പ്രസിഡന്റ് മിസ്റ്റർ ബേബി സോമതീരൻ, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ പേരായിരുന്നു പോളി, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേരാണ് സേവി. ഇവർ 3 പേരെയും എനിക്കറിയാം. അങ്ങനെ അവർ 3 പേരും നേതൃത്വ നിരയിൽ, സേവി ഫ്ലോറിഡയിലെ നിങ്ങൾക്കറിയാം, ഫൊക്കാനയിലെ വലിയൊരു നേതാവായിരുന്നു സേവി. ഇപ്പോൾ പുള്ളി ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പോളി, അദ്ദേഹമാണ് ജർമ്മനിയിൽ നിന്ന് ഈ സോമതീരം എന്ന് പറയുന്ന ഈ സംഭവം നാട്ടിൽ കൊണ്ടുവന്ന് തുടങ്ങിയത്. അന്ന് തൊട്ട് അദ്ദേഹം ഇതിലെ വേൾഡ് മലയാളിയിലെ വളരെ ഈ എന്താണ് ഞാൻ പറയേണ്ടത്, മലയാളത്തിൽ ചിലപ്പോൾ വാക്ക് കിട്ടാതെ വരുന്നതാണ്, വളരെ ഇൻറ്റഗ്രലായിട്ടുള്ളൊരു പാർട്ടായിരുന്നു. സോ ബേബി സോമതീരത്തിൻ്റെ ബയോഡേറ്റ എനിക്ക് അയച്ചു തന്നു. 4 പേജുണ്ട്. അത് വായിച്ചാൽ ഇവിടെ ഒത്തിരി സമയമെടുക്കും. പിന്നെ ഞാൻ അതിനകത്ത് വളരെ കീ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ, പുള്ളി 11 ഓർഗനൈസേഷൻ്റെ ലീഡർഷിപ്പ് ലോഡിൽ ഇരിക്കുന്ന ആളാണ്. പുള്ളിക്ക് 3 ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അടുത്തു നിന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ടൂറിസം ഓഫ് ഇന്ത്യയിൽ പിന്നെ ഇന്ത്യയിൽ നിന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 4 അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്പീക്കർ ഓഫ് ഇന്ത്യയിൽ നിന്ന് പുള്ളിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 5 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് പുള്ളി വർക്ക് ചെയ്ത് ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ വന്നിരിക്കുന്നത്. ടൂറിസത്തിൻ്റെ പല എക്സിബിഷൻസ് നടത്താനായിട്ടാണ് ന്യൂയോർക്ക്, അറ്റ്ലാന്റ, പിന്നെ ലോസ് ആഞ്ചൽസ്, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി വന്നതാണ്. ആ സമയത്ത്
ഞാൻ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചാണ് ഇവിടെ ഒന്ന് നമ്മൾക്ക് ഈ മുഖം കാണിക്കാനായിട്ട് ഇവിടെ വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറഞ്ഞ് വെൽക്കം ഓൾറെഡി സെക്രട്ടറി വെൽക്കം ചെയ്തതാണ്. ഈ ഹൂസ്റ്റൺ പട്ടണത്തിലെ എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും താങ്കളെ ഹാർദവമായി ഒന്നുകൂടെ വെൽക്കം ചെയ്യുന്നു. ഇനിയും എനിക്ക് അധികമായിട്ടൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും വന്നതിനും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം. ഈ പേരിൻ്റെ കാര്യത്തിൽ ഹൂസ്റ്റോണിയൻ ആൾക്കാരെല്ലാം ഒന്ന് ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഹോണറബിൾ കോർട്ട് ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ എല്ലാവർക്കും നമസ്കാരം. അച്ഛനെ വീണ്ടും കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. കഴിഞ്ഞ തവണ ഒന്നിച്ചിരുന്ന് ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ പറ്റിയതാണ്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ലീഡർഷിപ്പ് ടീം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാടൊന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മലയാളികളുടെ ഒരു ഇതുപോലുള്ള കൂട്ടായ്മയാണ് നമ്മളെ ഈ ഒരു വലിയ നിലയിലേക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റി എത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ സമയത്ത് അതിൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിട്ടുണ്ടായിരുന്നത് എം എ അബ്രഹാമാണ്. അദ്ദേഹമൊക്കെ കൂടിയിട്ടാണ് ഈ മലയാളി അസോസിയേഷൻ എന്ന് രൂപീകരിച്ചത്. അന്ന് പറഞ്ഞത് 8 ആളുകൾ എം എ അബ്രഹാമിൻ്റെ ഗ്രോസറി സ്റ്റോറിൻ്റെ പിറകിലുള്ള റൂമിൽ വെച്ചിട്ടാണ് മലയാളി അസോസിയേഷൻ രൂപീകരിച്ചത്. അന്നും 10-15 മലയാളി ഫാമിലി 1980-കളിൽ 70-80-കളിൽ അത്ര ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് 20,000-ത്തിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വലിയ മലയാളി സമൂഹമായി ഹ്യൂസ്റ്റൺ മാറിയിട്ടുണ്ട്. നമ്മളുടെ ബേബി അസോസിയേഷൻ്റെ പ്രസിഡന്റ് 2-3 തവണ ആയി. ഇപ്പോൾ ഫോമയുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പലരും മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റുമാരായിരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി ഒരു വലിയ കമ്മ്യൂണിറ്റിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഘട്ടത്തിൽ 70 മുതൽ 2000 വരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത് ഓപ്പർച്യൂണിറ്റീസ് മാത്രമായിരുന്നു. എവിടെയാണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ള ഒരു ത്വരയായിരുന്നു നമുക്ക്. പക്ഷെ ഇന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റിക്ക് അപ്പുറം നമ്മളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. നമ്മളുടെ ഒരുപാട് ആളുകൾ പൊളിറ്റിക്സിലായാലും അല്ലാത്ത സ്ഥലങ്ങളിലായാലും ഒരുപാട് ഉത്തരവാദിത്തമായ കേന്ദ്രങ്ങളിലേക്ക്, ഇപ്പോൾ MD ആൻഡേഴ്സന്റെ വൈസ് പ്രസിഡന്റ്, ഹെർമൻ മെമ്മോറിയലിന്റെ CEO, അങ്ങനെ ഒരു പിടി മേഖലയിലേക്ക് മലയാളികൾ ഉത്തരവാദിത്വത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഉത്തരവാദിത്വത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ചുമതലകളാണ് കൂടി വരുന്നത്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കൂടി വരികയാണ്. അങ്ങനെ റെസ്പോൺസിബിലിറ്റി കൂടി വരുമ്പോൾ നമ്മൾ കുറേയും കൂടി വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മളുടെ കാര്യങ്ങൾ. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജായി, ആദ്യമായി ഡിസ്ട്രിക്ട് ജഡ്ജായി അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ്, മലയാളി ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഭാഗ്യവശാൽ നമുക്ക് ഒരു മലയാളി ജഡ്ജി കൂടി, ഡിസ്ട്രിക്ട് ജഡ്ജി കൂടി ഓസ്റ്റിനിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട കോശിച്ചായൻ്റെ മകള്, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ 3 പെൺകുട്ടികളും ലോയേഴ്സാണ്. അതിൽ ഏറ്റവും ഇളയവള് ഇപ്പോൾ ഓസ്റ്റിനിൽ ഡിസ്ട്രിക്ട് ജഡ്ജായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊലീഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ശരിയായിരിക്കണമേ എന്നാണ്. കാരണം ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടില്ല, സെക്ഷൽ അസോൾട്ട്, റോബറി, മർഡർ. കഴിഞ്ഞ 3 ആഴ്ച മുമ്പേ എൻ്റെ കോർട്ടിൽ വന്നൊരു ട്രയൽ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ മർഡറാണ്. അയാൾ ആദ്യമായി ചെയ്ത കുറ്റമാണ്. ചെറുപ്പക്കാരൻ. അയാളെ ഇനിയുള്ള മുഴുവൻ ജീവിതകാലവും അയാൾ ജയിലിൽ പരോളില്ലാതെ പോവുകയാണ്. അപ്പം വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കേസൊക്കെ വരികയാണ്. പക്ഷെ നമ്മളുടെ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്, നിങ്ങൾ എത്ര ഉന്നതനായിക്കോട്ടെ, എത്ര ചെറിയവനായിക്കോട്ടെ, നിയമത്തിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും ഒരുപോലെയായിരിക്കും എന്നുള്ളതാണ്. പ്രസിഡന്റിനെ, ഈ രാജ്യത്തിൻ്റെ തലവനെ കുറ്റാരോപിതനാക്കി വിചാരണ ചെയ്ത ഒരു രാജ്യം എന്ന നിലയിൽ, അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ, മറ്റൊരു തരത്തിലുമല്ല, വ്യവസ്ഥാപിത അധികാരത്തിൽ ഇരിക്കുന്ന ഒരു അപ്പൊ അത്രയും വളരെ വൈവിധ്യമാർന്ന സമൂഹം നിലനിൽക്കുന്നിടത്ത് ഇത്രയും വളരെ നിഷ്കർഷയോടുകൂടി പോകുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് നമ്മളുടെ സമൂഹത്തിലെ ആളുകൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്വം കൂടുകയാണ്
അങ്ങനെ ഉത്തരവാദിത്വം കൂടുന്ന ജനപ്രതിനിധികളും ഉന്നതരുമായി നമ്മളുടെ മുഴുവൻ ആളുകളും മാറണമെന്ന പ്രാർത്ഥനയും ഒരു അക്കൗണ്ടബിലിറ്റിയും ഒക്കെ നമുക്ക് ഉണ്ടാകണം. അതിനുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരു കേന്ദ്രീകൃത പ്രവർത്തനം നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആവണം നമ്മളുടെ വേൾഡ് മലയാളി കൗൺസിലായാലും ഫൊക്കാനായാലും ഫോമയായാലും മലയാളി അസോസിയേഷൻ ആയാലും ഈ ഒരു കൂട്ടായ്മ നമുക്കൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റിയെ വളർത്താനും ഉയർത്താനും വിപുലപ്പെടുത്താനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥാപനങ്ങളായി മാറട്ടെ. ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഭാവിയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല വിജയകരമായി നടത്താൻ അവർക്ക് കഴിയട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ നിർത്തുകയാണ്. സുജയുടെ വളരെ ഗംഭീരമായ റിപ്പോർട്ടിങ്ങും ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ഒരു മികവിൻ്റെ ഒരു നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മലയാള പത്രപ്രവർത്തനത്തോടുള്ള നമ്മളുടെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഒരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ഒച്ചപ്പാടും ബഹളവും ആക്രോശം ഒക്കെ അല്ലാതെ ഒരു സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് നടക്കാനുള്ള ഒരു വേദി ഉണ്ടാവാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായം കേൾക്കാനും കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനും ഇടപെടാനും നിയന്ത്രിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ആങ്കറായി മാറാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരു നല്ല സന്തോഷം തോന്നിയിട്ടുണ്ട്. പല സമയത്തും ചില സമയത്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു ചേഞ്ച് നമ്മളുടെ മാധ്യമ രംഗത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ചുരുക്കം ചില ആളുകളിലാണ് ഒരാളാണ് സുജയ എന്നൊരു അഭിപ്രായം ഞാൻ പറയുകയാണ്. കാണാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു. I would like to, this mix-up happened. I told, please invite me, so I will invite the president. Because he came all the way from Kerala to this place. There should be some way, we thought, Houston province is thinking to treat him a little bit better, not to give the mic. So, I would like to tell all the important people, please come forward. We want to ഒരു പൊന്നാട അണിയിച്ച് അദ്ദേഹത്തിനെ ഈ സ്റ്റേജിലേക്ക് വിളിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരിക. പെണ്ണുപിള്ള രാജേഷ്, നമ്മുടെ പ്രോവിൻസിന്റെ നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ എല്ലാ എക്സിക്യൂട്ടീവ്സും പ്ലീസ് കം. ഓരോരുത്തരുടെ പേര് പറയാതെ വേൾഡ് മലയാളി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോലെ പ്ലീസ് കം. I invite our global president, because World Malayali is in a three-tier step: global, regional and province. Province is the lowest and global is the highest. And he is the biggest president of our World Malayali Council. I invite him to say a few words. Thank you. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശേഷ വ്യക്തികളെ, സുഹൃത്തുക്കളെ, പൊന്നു ചേച്ചി പറഞ്ഞ കണക്ക് എല്ലാവരുടെയും പേര് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. പക്ഷെ എല്ലാവരെയും ഇപ്പോൾ അറിയാം. വളരെ ഈ വേദിയിൽ ഒരു മേയർ ഇരിക്കുന്നു, 2 ജഡ്ജസ് ഇരിക്കുന്നു, ബഹുമാനപ്പെട്ട അച്ഛനിരിക്കുന്നു, സുജയ പാർവതി ഇരിക്കുന്നു, ഓബയുടെ പ്രസിഡന്റ് ഇരിക്കുന്നു, ഞങ്ങളുടെ അമേരിക്ക റീജിയൻ പ്രസിഡന്റ് ഇരിക്കുന്നു, ട്രഷറർ ഇരിക്കുന്നു, അങ്ങനെ ധാരാളം ആളുകൾ ഇരിക്കുന്നു. പലരെയും എല്ലാ മുഖങ്ങളും എനിക്ക് പരിചയമില്ല. ഇത്ര സമ്പുഷ്ടമായ ഒരു വേദിയിൽ ഹൂസ്റ്റണിലേക്ക് വരാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. ഞാൻ തൊട്ടടുത്ത് ജോർജ് ഈപ്പനോട് ഇല്ലേ, ജോർജ് ഈപ്പൻ ഞങ്ങളുടെ യൂത്തിൻ്റെ പ്രസിഡന്റ്, ഡാളസിൽ ഒരു മീറ്റിങ്ങിന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ കോൺഫറൻസിലേക്ക് വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് ഈ ചെറുമേൽ അച്ഛനെ കണ്ടപ്പോൾ, അച്ഛൻ ജീവൻ ടിവിയുടെ CEO ആയിട്ട് അൻഡുസാദ് പിടാവിന്റെ നോമിനി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. സത്യത്തിൽ ഞങ്ങൾ നേരിട്ട് കുറച്ച് നാൾക്ക് ശേഷമാണ് കാണുന്നത്. പക്ഷെ അച്ഛനെ പലപ്പോഴും TV-യിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാറുണ്ട്. അതുപോലെ സുജയ പാർവതി
ഞാനിപ്പോൾ ഓർക്കുകയാണ്, ദൂരദർശനിൽ നിന്ന് വന്ന് കൈരളിയിൽ നിന്നാണ് അവിടെ വന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആ സമയത്ത് ഞാൻ വളരെ ആക്റ്റീവായിട്ട് ജീവൻ ടി വിയിലെ പ്രോഗ്രാംസ് ഇൻവോൾവ് ചെയ്യുന്ന സമയമായിരുന്നു. സുജിയെ അന്ന് അവിടെ വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിലാണ് ഡൽഹിയിലേക്ക് അസൈൻമെന്റ് ഉള്ളത്. ഞാനാണ് ആ സജഷൻ കൊടുത്തത്. വളരെ മിടുക്കിയാണല്ലോ. അപ്പോൾ നമുക്ക് ഡൽഹിയിൽ അവിടുത്തെ ബ്യൂറോ നോക്കാനായിട്ട് ചോദിച്ചപ്പോൾ കൊച്ചുകുട്ടിയാണ് അന്ന്, ഇന്നും കൊച്ചുകുട്ടിയാണ്. അന്ന് ചോദിച്ചപ്പോൾ ധൈര്യസമേതം ഡൽഹിയിൽ പോയി ജീവൻ ടിവിയുടെ ബ്യൂറോയുടെ ചാർജ് എടുത്ത് അവിടെ പോയി അവിടെ നിന്നൊരു പ്രോഗ്രാം, ഡെയിലി ബേസ്ഡ് പ്രോഗ്രാം അന്ന് ചെയ്തു. അപ്പം അന്ന് ആ സ്പാർക്ക് അന്ന് ഞാനത് വളരെയധികം ശ്രദ്ധിച്ചു. ഞാൻ വിചാരിച്ചില്ല ഡൽഹി പോയി ഇങ്ങനെയൊക്കെ എത്രയും ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എനിവേ, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നു. ഇപ്പം നിങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ മേയറും ജഡ്ജും അദ്ദേഹമൊക്കെ പോയി. അങ്ങനെ നല്ല ഒത്തിരി പ്രഗത്ഭരായ ആളുകളുള്ളൊരു വേദിയിൽ ഫോമയുടെ പ്രസിഡന്റുമായിട്ട് ഇന്നാണ് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. ഞാൻ മൂവാറ്റുപുഴ കോളേജിൽ പഠിച്ചതാണ്, പിറവംകാരനാണ്. ഞാൻ കോതമംഗലംകാരനാണ്, ഇപ്പം തിരുവനന്തപുരത്താണെങ്കിലും. എനിവേ, ഈ വേൾഡ് മലയാളി കൗൺസിൽ ഒരു കൂട്ടായ്മയാണ്. ഇത് തന്നെ കൂട്ടായ്മ. ഇങ്ങനൊരു കൂട്ടായ്മയിൽ വരാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഇത് ഇവിടെ സംഘടിപ്പിച്ചത് ചെറിയാച്ചേട്ടനാണ്. ചെറിയാച്ചേട്ടൻ ഞങ്ങളുടെ വേൾഡ് മലയാളി കൗൺസിൽ എവിടെ വന്നാലും, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായിലുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇപ്പോൾ ലണ്ടനിൽ അടുത്ത നവംബറിൽ ലണ്ടനിൽ വരുന്നുണ്ട്, UK ഒരു സന്ദർശനമുണ്ട്, അത് കഴിഞ്ഞ് യൂറോപ്പുണ്ട്. അപ്പം അദ്ദേഹം വളരെ കൂട്ടായ്മയുടെ ഒരു പ്രത്യേക ഒരു പ്രധാന ആളാണ് അദ്ദേഹം ഇതെല്ലാം സംഘടിപ്പിച്ചത്. ഞാൻ സത്യത്തിൽ നേരെ ന്യൂയോർക്കിന് പോയിരുന്നതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്, ടൂറിസത്തിൻ്റെ മീറ്റിംഗ് ന്യൂയോർക്കിലാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടേ പോകാൻ നിർബന്ധിച്ചു. അങ്ങനെ ടിക്കറ്റൊക്കെ മാറ്റി വെച്ച് വന്നു. പക്ഷെ വന്നതിൽ ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നെയാണ് വേൾഡ് മലയാളി കൗൺസിൽ ഉദ്ദേശിക്കുന്നത്. 6 റീജിയൻസിൽ വേൾഡ് മലയാളി കൗൺസിലുണ്ട്. 6 റീജിയൻ എന്ന് പറയുമ്പോൾ അമേരിക്ക റീജിയൻ, യൂറോപ്പ് റീജിയൻ, ഇന്ത്യ റീജിയൻ, ഫാർ ഈസ്റ്റ് റീജിയൻ, മിഡിൽ ഈസ്റ്റ് റീജിയൻ, ആഫ്രിക്ക റീജിയൻ. അതിൽ ആളുകൾ കുറച്ച് കുറവുള്ളത് ആഫ്രിക്ക റീജിയനിലാണ്. വളരെ ആക്റ്റീവായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇന്നലെ ഓൺലൈനിൽ ഒത്തിരി ധാരാളം ആളുകൾ പങ്കെടുത്ത ഓണ മത്സരങ്ങൾ ഇന്നലെ അത് ഓൺലൈനാണ് കാണിച്ചത്. ഇന്നലെ ഫ്ലൈറ്റിൽ നിന്നാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതുപോലെ വളരെ ആക്റ്റീവാണ് അമേരിക്കയിൽ, ആക്റ്റീവാണ് ഇന്ത്യയിൽ. ഒത്തിരി പ്രോവിൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ആളുകൾ കുറവുള്ളത് ആഫ്രിക്കയിലാണ്. യൂറോപ്പിലേക്ക് ഞങ്ങളൊക്കെ പര്യടനത്തിന് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ TN ശേഷൻ ചെയർമാനായി 1995 തുടങ്ങിയ KPP നമ്പ്യാർ പ്രസിഡന്റായി തുടങ്ങിയ വേൾഡ് മലയാളി കൗൺസിൽ ഇങ്ങനെയുള്ള ഈ 6 റീജിയനുകളായി ഏതാണ്ട് 60ഓളം രാജ്യങ്ങളിലാണ് ഇതിൻ്റെ മെമ്പേഴ്സ് ഉള്ളത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ റീജിയൻ, അത് കഴിഞ്ഞാൽ പ്രോവിൻസസ്, ഗ്ലോബൽ ലെവൽ, അത് കഴിഞ്ഞാൽ റീജിയൻസ്, പിന്നെ പ്രോവിൻസസ്, പിന്നെ ചില സ്ഥലങ്ങളിൽ ചാപ്റ്റേഴ്സ്. ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒത്തിരി പലരും സംസാരിക്കാനുമുണ്ട്. ലിസ്റ്റിൽ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ കളയുന്നില്ല. എനിക്ക് ഒരിക്കൽ കൂടി ചെറിയാച്ചേട്ടനോടും സെക്രട്ടറി രാജേഷ്, പിന്നെ പ്രവർത്തിച്ച സംഘടിപ്പിച്ച ഈ മീറ്റിംഗ് ഇവിടെ പൊന്നിച്ചേച്ചി, ഇങ്ങനെയുള്ള നിങ്ങളെല്ലാവരോടുമുള്ള വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നല്ല പ്രാസംഗികരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ചെറുനേരത്തിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനുള്ള അവസരവും സമയവും അവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾ വീണ്ടും കാണാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ഗ്ലോബൽ ടീം തന്നെ എന്നോടൊപ്പം ശ്രീ ജോണി കുരുവിള വരാനിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഗുഡ്വിൽ അംബാസഡർ. അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലെ ഒരു ചെക്കപ്പ് നടത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ഡോക്ടർ ഡോൺ ഗോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരാതിരിക്കുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട് ചെന്നതിന് ശേഷം. ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിലാണ്. മീഡിയയിലുള്ള ആളുകൾക്ക് അറിയായിരിക്കും. അദ്ദേഹം ഗലീജ് ടൈംസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അദ്ദേഹമാണ് ചെയർമാൻ. മറ്റു ഭാരവാഹികൾ ഞങ്ങളുടെ ട്രഷറർ ഇവിടെ തോമസ് ചേട്ടത്ത് ഇവിടെ ഇരിക്കുന്നു. ഡാളസിൽ നിന്ന് വന്നതാണ്. ഡാളസിലായിരുന്നു ഞാനൊരു മീറ്റിംഗ് വന്നത്. ഡാളസിലായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഒത്തിരി സന്തോഷം. USA എനിവേ, അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വീണ്ടും കാണാം, വീണ്ടും വരാം. ഈ കൂട്ടായ്മയിൽ, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ കൂട്ടായ്മയിൽ പറ്റുന്നിടത്തോളം ആളുകൾ നിങ്ങളും പങ്കെടുക്കുക. ഇതുവഴി വലിയ ടെൻഷനുള്ള കാര്യങ്ങളോ ഒത്തിരി കാര്യങ്ങളോ ഒന്നും ചെയ്യുമെന്ന് നമ്മൾ പറയാറില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ മലയാളികൾ ബുദ്ധിമുട്ടിക്കാറില്ല. നിങ്ങൾക്കറിയാം, മലയാളികളുടെ ധാരാളം സംഘടനകളുണ്ട്. പിന്നെ മലയാളി സംഘടനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരുന്തോറും പിളരും, പിളരുന്തോറും വളരും.
അങ്ങനെ ഒരു പ്രത്യേകത മലയാളി സംഘടനകൾക്കുണ്ട്. അപ്പോൾ ചിലർ പറയും ഇത് എങ്ങനെയാണല്ലോ എന്ന് പറയും. ഞാൻ അതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താ കുഴപ്പം? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? മലയാളികൾക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ എത്ര സംഘടന വന്നാലും, എത്ര പുതിയ സംഘടനകൾ വന്നാലും, അതിൽ കൂടുതൽ ആളുകൾ വന്നാലും അതിൻ്റെ പ്രയോജനം ആർക്ക് വേണ്ടിയിട്ടാണ്? മലയാളികൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അത്ര വാശിയോടുകൂടി പ്രവർത്തിക്കും, വാശിയോടുകൂടി മലയാളികളെ തന്നെ സേവിക്കും. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ മലയാളികൾക്ക് അവർ വിവിധ സംഘടനകൾ വരുമ്പോൾ അവരത് ചെയ്തു എന്ന് ഞങ്ങളിത് ചെയ്യാം. 10 വീട് അവർ വെച്ച് കൊടുത്തു എന്നാൽ ഞങ്ങൾ 20 വീട് വെച്ച് കൊടുക്കാം. അവർ 10 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിട്ടു, അപ്പോൾ ഞങ്ങളും അത് ചെയ്യാം, അത് കൂടുതൽ ചെയ്യാം, വീട് വെച്ച്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അതിനൊരു പോസിറ്റീവ് കോമ്പറ്റീഷൻ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ധാരാളം മലയാളി സംഘടനകൾ നമ്മൾ എവിടെ പോയാലും ഉണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലുണ്ട്, മിഡിൽ ഈസ്റ്റിലാണ് ഇതിലും കൂടുതൽ. മിഡിൽ ഈസ്റ്റിൽ ഒരു ചെറിയ ഗ്രാമത്തിന്റെ പേരിൽ പോലും ഉണ്ട്. ഇപ്പൊ കോതമംഗലത്തുകാരനാണ് ഞാൻ, കോതമംഗലത്തിന്റെ പേരിലുണ്ട്. ഇപ്പൊ അടുത്തിടയ്ക്ക് വന്ന് അവിടെ തന്നെയുള്ള കോട്ടപ്പടിയുടെ പേരിലുണ്ട്, അവിടുത്തെ ഒരു പഞ്ചായത്തിന്റെ പേരിലുണ്ട്. ഒരു തെറ്റുവരത്തില്ല, നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ചെറിയ അത്രയും ആളുകൾ കൂടുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചാരിറ്റി മാത്രമല്ല, അല്ലാതെ ഒത്തിരി കാര്യങ്ങളിൽ വേളുമലയാളി കൗൺസിൽ പോലുള്ള സംഘങ്ങൾ ഇടപെടുന്നുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതാണ് ഞങ്ങളുടെ വേളുമലയാളി കൗൺസിലിന്റെ മറ്റൊരു പ്രത്യേകത. അത് തന്നെയാണ്. ഒന്ന്, വിവിധ രാജ്യങ്ങളിലുണ്ട്, ചെറിയ ചേട്ടൻ ആദ്യം പറഞ്ഞാണെങ്കിൽ. 2, ചാരിറ്റി മാത്രമല്ല വെള്ളിമലയാളി കൗൺസിൽ ചെയ്യുന്നത്. മറ്റു സംഘടനകൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന സെമിനാറുകൾ, കോൺഫറൻസുകൾ, ബിസിനസ് മീറ്റ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടാതെ മലയാളികളുടെ, പ്രത്യേകിച്ച് വിദേശ മലയാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ചിലപ്പോഴൊക്കെ നമുക്ക് ശബ്ദമുയർത്തേണ്ടി വരും. ചിലപ്പോഴൊക്കെ നമുക്ക് അവരെ സമീപിക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ നമുക്ക് അവർക്ക് നിവേദനങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള മലയാളികളുടെ മറ്റു കാര്യങ്ങളിൽ ഇടപെടുക, അത് രാഷ്ട്രീയക്കാരുടെ മാത്രം ഒരു രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു കാര്യം ആണ് കൂടുതലായിട്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നവർക്കല്ല മലയാളി സംഘടന ചെയ്യുന്നത്. കാരണം വേൾഡ് മലയാളി കൗൺസിൽ പോലുള്ള സംഘടനയ്ക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും വേൾഡ് മലയാളി കൗൺസിലുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും വേൾഡ് മലയാളി കൗൺസിലുണ്ട്. ഇവരെല്ലാം നേതൃത്വ നിലയിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൂടി വേൾഡ് മലയാളി കൗൺസിലുണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് മുതൽ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ, സ്റ്റേറ്റ് ഗവൺമെന്റിൽ, ഇങ്ങനെയുള്ള പോളിസി മേക്കിംഗ് കാര്യങ്ങളിൽ, പ്ലാനിങ് കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെടാറുണ്ട്. അതുകൂടി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ആശംസകൾ, എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.